കൂടപ്പറപ്പിനെ പോലെ സുധനെ കാണുന്നത്. കൂടപ്പറപ്പ് ഇവനോട് അഭിനയിക്കണ എല്ലാരും ഇവന്റെ കൂടപ്പറപ്പാണ്. കൂടപ്പറമയാണെങ്കിൽ ഇങ്ങനെ കൂടപ്പറമയോട് ഇങ്ങനെയാണ് അഭിനയിക്കുന്നത്. 21 വയസ്സായിട്ടുള്ള ഒരു കൊച്ചെന്ന് പറഞ്ഞ. നമസ്കാരം. ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരു വാർണിംഗ് തരാം. നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുക, വളരെ കെയർഫുൾ ആയിരിക്കുക, വളരെ അലർട്ടായിട്ടിരിക്കുക. മറ്റൊന്നുമല്ല, നാളെ കേരളത്തിൽ സുനാമി വരുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട്. നാളെ കേരളത്തിൽ സുനാമി വരുന്നുണ്ട്. ആ സുനാമിയുടെ പേര് മറ്റൊന്നുമല്ല, രണ സുനാമി. രണ സുന എന്നുള്ളത് നാമിയും കൂടി ആക്കിയാൽ മതി. രണ സുനാമി നാളെ കേരളത്തിൽ പ്രത്യക്ഷപ്പെടും എന്നുള്ളതാണ്. കർത്താവേ, ഇനി എന്തൊക്കെ സംഭവിക്കാൻ പോകണമെന്നോ, നീ എന്തൊക്കെ ആട്ടങ്ങൾ കാണണം എന്ന് എനിക്കറിയത്തില്ല. ഈ ചാവണയുടെ മുമ്പ് ഇനി എന്തൊക്കെ കാണണം എന്ന് എനിക്കറിയത്തില്ല. അപ്പൊ എന്തായാലും നാളെ രണസുന കേരളത്തിലോട്ട് വന്നിട്ടുണ്ട്. ഇത്രയും ദിവസം വലിയ പ്രശ്നമില്ലായിരുന്നു. ഇനി കേരളത്തിൽ വരുന്ന കുറെ നാറുകൾ ഇങ്ങനെ ക്യാമറയും തൂക്കി കിടക്കും. മൂടെവിടെ, വടയെവിടെ, മുലയെവിടെ എന്ന് നോക്കി കിടക്കും. അതിനൊക്കെ ഉത്തരമെല്ലാം പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മുടെ രണ സുനാമി വരുന്നത്. അതുമല്ല, 1-2 ഇന്റർവ്യൂസിന് ഇപ്പോഴേ കോളുകൾ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്റർവ്യൂസിന് വന്ന് സംഭവങ്ങളെല്ലാം പുറത്തിടാം, ഞാനെന്ന് വെളുപ്പിക്കാം എന്നുള്ളതാണ്. അപ്പൊ രണാസുനെ വെളുപ്പിക്കാൻ വേണ്ടി കുറെ എണ്ണ എത്തിയിട്ടുണ്ട്. കുറെ എണ്ണ രണാസുനെ എത്തിയിട്ടുണ്ട്. ഒറ്റ എണ്ണ. നമ്മുടെ രണാസുനെ വെളുപ്പിക്കാൻ വേണ്ടി എത്തുന്നവരുടെ ആ ഒരു ക്വാളിറ്റി കാണുമ്പോഴേ മനസ്സിലാവും രണാസുനെ ആരാണ് എന്നുള്ളത്. അവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള കുറെ എണ്ണ എത്തിയിട്ടുണ്ട്. അവരുടെ തന്നെ കമ്മ്യൂണിറ്റിയിലുള്ള കുറെ എണ്ണ. ആദ്യം നമുക്ക് ഈ പറയുന്ന അഭിലാഷ് ആട്ടയോ തീട്ടയോ യന്ത്രമാണ്. ഇവനെ കുറിച്ച് 2 എണ്ണം പറയണം. ഞാൻ കുറെ ദിവസം കൊണ്ട് നോക്കിയിരിക്കുകയായിരുന്നു. ഇവനെപ്പോലത്തെ ഒരു അപരാധി ഞാൻ ഈ ഇടയ്ക്കൊന്നും കണ്ടിട്ടില്ല. നല്ല കഴിവുള്ള ഒരു കലാകാരനായിരുന്നേണ്. ഇവൻ ഇവിടെ കൊടുന്ന കുറെ തൈക്കളകളെ വിളിച്ചുകൊണ്ട് വന്ന് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന വൃത്തികേടുകൾ ഇതിനെക്കാട്ടി ഭേദമാണ് രണാസുന. ഇത്ര പ്രശ്നമില്ല. യവനാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ കൊണ്ട് അശ്ലീലത കൊണ്ട് നിറയ്ക്കുന്ന ഒരേ ഒരു വ്യക്തി യവനാണ്. എന്നിട്ട് വേറെ ആരെയൊക്കെ അവിടെ ഇരുന്നൊരു തള്ളക്കി വിളിയാണ് പരിപാടി. ഇപ്പം വന്ന് പറയുന്നത് രണാസുനയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. കരച്ചിലാക്കുമ്പോഴേ ചിരിയാണ് ആദ്യം വരുന്നത് എന്നുള്ളതാണ്. ആദ്യം അതൊന്ന് കേട്ടിട്ട് ബാക്കി അങ്ങോട്ട് പോവാം. ഓക്കെ. എന്തിനാ ഈ കമന്റിലൂടെയൊക്കെ വന്നിങ്ങനെ തെറി പറഞ്ഞ എന്തിനാ കമന്റിലൂടെയൊക്കെ വന്നിങ്ങനെ തെറി പറയുന്നത്? കമന്റിലൂടെ എല്ലാം തെറി പറയാൻ പറ്റുള്ളൂ. എന്റെ നമ്പർ എഴുതിയിട്ടുണ്ട്. അവര് ഫോൺ വിളിച്ച് തെറി പറയും. എന്തിനേ മറ്റേ കലാഭവൻ മണിയാക്കി പഠിക്കുകയാണോ? അവന്റെ കുറെ വോയിസ് ഒക്കെ എടുക്കുന്നറിയാം എന്നും പറഞ്ഞ് കരച്ചിലൊന്നും അങ്ങോട്ട് വരുന്നത്. നിങ്ങളുടെ കൂടത്തുള്ള മൊത്തത്തിൽ ഇങ്ങനെ കരച്ചില് ഈ ആക്ടിങ് മാത്രമേ ഉള്ളൂ. വളരെ ചീപ്പായിട്ടുള്ള ആക്ടിങ് ആണ്. പക്ഷെ ഒരു തുള്ളി കണ്ണീര് വരുന്നില്ല. ഇവന്റെ ആരെങ്കിലും ചത്തതുപോലെയാണ് കരയണത്. എന്റെ ആരെങ്കിലും ചത്ത ആ രീതിയിൽ കരയല്ലോ. അങ്ങനെയാണല്ലോ എന്റെ കരച്ചിൽ എന്നെ തോന്നുന്നത്. ആരെങ്കിലും എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ. ആരെങ്കിലും എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. അതായത് തുണിയാവത്തോ, അല്ലെങ്കിൽ റോട്ടിൽ കൂടി തുണിയില്ലാതെ ഓടിയോ, അല്ലെങ്കിൽ ശരീരം വിറ്റോ ജീവിച്ചോ, നിനക്കൊക്കെ എന്തിടെ എന്നാണ് പറയുന്നത്. മനസ്സിലായോ? കാരണം ഇവ അതാണ് ചെയ്യുന്നത്. ഇവിടെ കിടന്ന് കുറെ തൈക്കടകളെ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് അവിടെ കിസ് കഴിക്കാം, അവിടെ പിടിക്കുക, ഇവിടെ പിടിക്കുക. കിസ് ചെയ്യാൻ പറയുന്നത് നാക്കെടുത്ത അവളെ വാക്കകത്ത് ഉള്ളിലോട്ട് കയറ്റിട്ടാണ് ഇവന്റെ പരിപാടി. കാരണം നിനക്ക് നാണം ഉണ്ടാടാ അഭിലാഷ്. നിനക്ക് ഒരു കഴിവുള്ള ഒരു കലാകാരനല്ലേ. നീ എന്തിനാ ഇങ്ങനെ കിടന്നുകൊണ്ട് ഈ പറയുന്ന മനുഷ്യരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നിന്നെ 2 എണ്ണം പറയണമെന്ന് കുറെ കാലോണ്ട് വെച്ചു. നിന്റെ ഈ ആക്ടിങ് കൂടി കണ്ടപ്പോഴേ കഷ്ടം. ആവശ്യമില്ലാണ്ട് ആ കൊച്ചു എന്നെ ചെയ്തിട്ട് ആ കൊച്ചിനെ വന്നിട്ട് ഒരുപാട് കമന്റും കാര്യങ്ങളും പറഞ്ഞു. ആ കൊച്ചു ഒന്നും ചെയ്തില്ല. നിന്റെ സഹോദരിയാണ് നീ വിടൂടെ? നിനക്കൊരു സഹോദരി ഉണ്ടെങ്കിൽ ഇതുപോലെ ആടാൻ വേണ്ടിട്ട് നീ വിടുവോ? നീ വിടുകയും ചെയ്യും. നിന്റെ സ്വഭാവം അനുസരിച്ച് നീ വിടുകയും ചെയ്യും. എനിക്ക് അങ്ങനെ തോന്നുന്നു. മനസ്സിലായോ? നിനക്കെന്ത് ചെയ്യണം? നിന്റെ അപരാധങ്ങൾ നിന്റെ കാറ്റഗറിയിലുള്ള നിന്റെ കമ്മ്യൂണിറ്റിയുള്ള ആളാണ് നീ. അവള് കാണിക്കേണ്ട 10-7 കുറവാണ് നീ കാണിക്കുന്നത്. വേറെ വിഷയം. അപ്പൊ അവരെ സപ്പോർട്ട് ചെയ്യണം ആൾക്കാർ. ഇത് നീ കരയുമ്പോൾ ഒരു ഒറിജിനാലിറ്റി വേണ്ടേ? ഒരു ഒറിജിനാലിറ്റി അത് വേണ്ടേ? നമ്മുടെയൊക്കെ ഒരു കൂടപ്പറപ്പിനെ പോലെ സുധനെ കാണുന്നത്. കൂടപ്പറപ്പ് ഇവനോട് അഭിനയിക്കണ എല്ലാരും ഇവന്റെ കൂടപ്പറപ്പാണ്. കൂടപ്പറമയാണെങ്കിൽ ഇങ്ങനെ കൂടപ്പറമയോടെ ഇങ്ങനെയാണ് അഭിനയിക്കുന്നത്. നീ എല്ലാവരും നിന്റെ കൂടെ അഭിനയിക്കുന്ന തൈക്കളകളെല്ലാം നീ പറയണം എന്റെ കൂടപ്പറപ്പെന്നാ നീ പറയുന്നത്. എന്നിട്ട് അവിടെ പിടിക്കുക, ഇവിടെ പിടിക്കുക, ഇവിടെ പിടിക്കണേൽ 5000, ഇവിടെ പിടിക്കണേൽ 5000, ഇവിടെ പിടിക്കണേ 25,000 എന്നൊക്കെ നിന്റെ കൂടപ്പറപ്പുകൾ പറയുന്നത്. മനസ്സിലായോ? നീ കൂടപ്പറപ്പിലൂടെ ഇങ്ങനെയാണ് കാണുന്നത്. കൂടപ്പറപ്പിനെ നീ ഇങ്ങനെയാണ് കാണുന്നത്. സ്വന്തം സഹോദരിയെ നീ ഇങ്ങനെയാണ് കാണുന്നത്. എനിക്ക് അത് മാത്രം അറിഞ്ഞാൽ മതി. അതിനൊന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ താഴെ വന്നിട്ട് കുറെ തെറിയും കാര്യം. ഇവർക്കൊന്നും അമ്മയും പെങ്ങന്മാരൊന്നും ഇല്ലേ? എടാ നിനക്കുണ്ടാടാ. നിനക്ക് തള്ളയും തന്തിയാനും ഉണ്ടോ? നിനക്ക് അമ്മയും പെങ്ങന്മാരും ഉണ്ടോ? ഈ അമ്മയും പെങ്ങന്മാരും കാണുന്ന സാധനമാണോ നീ ഈ സോഷ്യൽ മീഡിയയിൽ വിട്ടിറക്കണത്? നീ ഷൂട്ട് ചെയ്ത് കുറെ സാധനങ്ങൾ ഇറക്കണോ? ഇതൊക്കെ സോഷ്യൽ മീഡിയ നിന്റെ അമ്മയ്ക്കോ പെങ്ങന്മാർക്കോ കാണാൻ പറ്റുന്ന സാധനമാണോ? അത് ആദ്യം പറ. അല്ലല്ലോ.
അല്ലല്ലോ, നീ എവിടെ കിടന്ന് ആ പിന്നീട് മറ്റേ മെമ്പർഷിപ്പ് എടുത്ത് രാത്രി ആകുമ്പോൾ വയറും കാണിച്ചോണ്ടിരിക്കുന്ന ഏതോ ഒരു കിളവിയെ കൊണ്ടുവന്ന് എന്തൊക്കെ കാണിക്കാൻ പറ്റും അതൊക്കെ നിങ്ങളെ കാണിക്കുന്നുണ്ട്. മനസ്സിലായോ? അമ്മയും പെങ്ങന്മാരില്ലേ ഇങ്ങനെ തെറി പറയാൻ ഇല്ലേ? എന്തിനാ ഇങ്ങനെ തെറി വിളിക്കുന്നത്? ഒരു മനസാക്ഷിയില്ലേ? സങ്കടം ഇങ്ങനെ ഒലിക്കുകയാണ്. ഒരു മനസാക്ഷിയില്ലേടാ, അവൾ എങ്ങനെയെങ്കിലും തുണിയാവത്ത് ജീവിക്കട്ടാ എന്നാണ് പറയുന്നത്. ഇതാണ് അഭിലാഷ് ആട്ട. ഇവനിപ്പോ പുതിയ പേര് കാമക്കരടി എന്നാണ് ഇവന്റെ പുതിയ പേര്. എവിടെ ഇവനെ കുറ്റമതിന്റെ കാര്യമില്ല, ഇവന്റെ കൂടെ വരണ അഭിനയിക്കുന്ന കുറെ എണ്ണം ഉണ്ട്. സിനിമയിൽ അഭിനയിച്ചു കൊടുക്കാണെന്നുണ്ടെങ്കിൽ വന്നിട്ട് അവിടെ പിടി ഇവിടെ പിടി കിസ് ചെയ്യിക്കാം. കിസ് ചെയ്യണമെന്ന് വെച്ചാൽ നാക്ക് ഉള്ളക്കകത്ത് കയറ്റിയാണ് കിസ് ചെയ്യപ്പം. വെറുതെ കൊണ്ടിട്ട് കിസ് ചെയ്യാൻ കാണാം. എടുത്തു പോക്കുക, ഇവന്റെ ഹോബി എന്ന് പറഞ്ഞാൽ എടുത്തു പോക്കുക, എടുത്തു വെക്കുക അപ്പുറത്തിടുക എന്നുള്ളതാണ്. അവനാണ് വന്ന്, മനസ്സിലായോ? ഇവനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നവരുടെ ക്വാളിറ്റി നോക്കിയാൽ മതി രണാസുന ആരാണ് എന്നുള്ളത്. ഇനി അടുത്ത നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഹെയ്തി സാദിയെ, അങ്ങനെ എന്താ പേര്, ട്രാൻസ്ജെൻഡർ ആണ്. കേൾക്കാം. ഈ വീഡിയോ കിച്ചുവിന് വേണ്ടിയിട്ടുള്ളതാണ്. ആദ്യം തന്നെ കിച്ചു ഇപ്പൊ കടന്നു പോകുന്ന അവസ്ഥയിൽ ഒരുപാട് സങ്കടമുണ്ട്. മോൻ എന്തെങ്കിലും രീതിയിലുള്ള മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് നേരിടുന്നുണ്ടെങ്കിൽ ഒരു ചേച്ചി എന്ന രീതിയിൽ ഞാൻ നിന്നെ സഹായിക്കാനുണ്ട്. നല്ലൊരു തെറപ്പിക്ക് കൊണ്ടുപോകാനായിട്ട് ഞാൻ നിന്നെ സഹായിക്കാം. ജസ്റ്റ് എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മാത്രം. കിച്ചു, വേറെ ഒരിടത്തെങ്കിലും നിനക്ക് അത്രയ്ക്ക് ദാരിദ്ര്യമാണെങ്കിൽ എവിടെ പോയി കാണാം. നിനക്ക് എന്തെങ്കിലും മെന്റൽ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ സഹായിക്കാന്നാണ് ഹെയ്തി പറയുന്നത്. മനസ്സിലായോ? ഓക്കെ. നൗ കിച്ചു 21 വയസ്സായിട്ടുള്ള ഒരു കൊച്ചാണ്. കൊച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറുപ്പക്കാരനാണ്. 21 വയസ്സെന്ന് പറഞ്ഞാൽ അത്ര വലിയ ഏജ് അല്ല, എന്നാൽ അത്ര ചെറിയ ഏജും അല്ല. രേണു ചേച്ചി ഇപ്പൊ ചെയ്യുന്ന ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷൻ ആണെങ്കിലും ശരി, ആൽബംസ് ആണെങ്കിലും ശരി, അതുപോലെ തന്നെ ദുബായിൽ പോയിട്ടുള്ള ഇനോഗ്രേഷൻസ് ആണെങ്കിലും കൊളാബറേഷൻസ് ആണെങ്കിലും കിച്ചുവിന് അത് താല്പര്യമില്ല എങ്കിൽ, ബുദ്ധിമുട്ടാണ് എങ്കിൽ വളരെ ഓപ്പൺ ആയിട്ട് രേണു ചേച്ചിയുടെ അടുത്ത് പറയാം, അമ്മ നമുക്കിതൊന്നും ചെയ്യേണ്ട. ഓൾറെഡി നമ്മുടെ കോണ്ടന്റ് വിറ്റിട്ട് ഒരുപാട് യൂട്യൂബേഴ്സും ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സും ജീവിക്കുന്നുണ്ട്. നമ്മളെന്തിനാ നമ്മുടെ ജീവിതം. നല്ലൊരു ഉപദേശമായിട്ട് ഞാൻ കണക്കാക്കുന്നത് നല്ലൊരു ഉപദേശമാണ്. പക്ഷെ ഹെയ്തി വിചാരിക്കാൻ പിന്നെ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, ഈ പറയുന്ന രണാസുനയുടെ തന്തയുടെ പേര് തങ്കു എന്നാണ്. തങ്കച്ചൻ എന്നാണ് രണാസുനയുടെ തന്തയുടെ പേര്. അല്ലാതെ താങ്കളുടെ തന്ത അല്ല രണാസുനയുടെ തന്ത. ഇനി താങ്കൾക്ക് തോന്നുന്നുണ്ടോ, ഈ പറഞ്ഞ ഹെയ്തിക്ക് തോന്നുന്നുണ്ടോ, എവിടെയെങ്കിലും ഒരു ശതമാനമെങ്കിലും തോന്നുന്നുണ്ടോ ഈ പറയുന്ന നമ്മുടെ കിച്ചു വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ ഇത് കേൾക്കുമെന്ന്? ദൈവം തമ്പുരാൻ വന്ന് പറഞ്ഞാൽ കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? വളരെ ഡീസന്റ് ആയിട്ടുള്ള ഒരു ജോലി ഈ പറയുന്ന ഫ്ലവേഴ്സ് എടുത്ത് കൊടുത്തിട്ട് അത് വേണ്ടാന്ന് വെച്ച് പോയ ആളാണ് ഈ പറയുന്ന രണാസുന. അവള് കേൾക്കുമെന്ന് തോന്നുന്നു. താങ്കളുടെ ഉപദേശത്തിനുള്ള എനിക്ക് ഒരു തെറ്റും തോന്നില്ല. വളരെ നല്ലൊരു ഉപദേശമാണ്. അത് നടക്കാൻ പോയിന്റ് മൈനസ് പിന്നെ 0.1% കൂടി പിന്നെ ചാൻസ് ഇല്ലെന്ന് താങ്കൾക്ക് തന്നെ അറിയാം. താങ്കൾ ഇതൊക്കെ ഇത്തിരി വിവരം അല്ലെങ്കിൽ ഇത്തിരി പറയുന്ന നാണവും മാനവും ഉള്ളവർക്കൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഉപദേശം അപ്പുറത്തും ഇപ്പുറത്തും വന്നിരുന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഈ കിച്ചു പറഞ്ഞാൽ അവൾ ഒന്ന് കിച്ചു അല്ല, അവളെ അച്ഛനായാലും അവളുടെ അമ്മയായാലും, എന്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ അമ്മയൊക്കെ ഒരു പരിധി വരെയെങ്കിലും ഇവിടെ ഈ പറയുന്നത് പറഞ്ഞ് തിരുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ്. അവള് മാറാൻ പോകുന്നില്ല. നീ പൈസ കൊണ്ടുവരും ചോദിക്കും. ഹെയ്തി ഒന്ന് വിളിച്ച് പറഞ്ഞു നോക്ക്. ഹെയ്തി ഒരു കൂട്ടുകാരിയല്ലേ. ഹെയ്തി എന്നിട്ട് പിന്നെ രണാസുനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു നോക്ക്, എടി നീ ഇതൊക്കെ മാറ്റിയിട്ട് ഈ പറയുന്ന നിനക്ക് ഇത് നിർത്തിക്കൂടി, നിനക്ക് നല്ലൊരു ജോലി കിട്ടി, നിനക്ക് നിർത്തിക്കൂടി, നിനക്ക് അവരെയൊക്കെ വിളിച്ച് ഈ പറയുന്ന സബ്സ്ക്രിപ്ഷനും മറ്റതൊക്കെ അത് നിർത്തിക്കൂടി എന്ന് ചോദിച്ചു. എന്തായിരിക്കും മറുപടി? ഒന്നുമില്ല, നീ എനിക്ക് പണം തരും, നീ എന്റെ കാര്യം, ഇത് എന്റെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നാഴിക്ക് 40 വട്ടം വീഡിയോ ഇടുന്നവളാണ് അവർക്ക് കൊടുക്കുന്നത്. നമുക്ക് ഫാമിലി ആയിട്ട് നമുക്ക് തന്ന വീട്ടില്, അതായത് കിച്ചുവിനും ഋതപ്പനും തന്ന വീട്ടില് വളരെ ഹാപ്പി ആയിട്ട് നിന്നൂടെ? അമ്മയെ ഞാൻ നോക്കിക്കോളാം, ഞാൻ ഊബർ ഓടാം, സ്വിഗ്ഗിയില് ഇൻസ്റ്റാമാർട്ടിലും ഒക്കെ ഡെലിവറി ബോയ്സ് ആയിട്ട് പോകുന്നവരില്ല, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ തന്നെ ലൈഫ് വളരെ കളർഫുൾ ആക്കിയിട്ട് ഒരു മൂത്ത മകൻ എന്നുള്ള രീതിയിൽ ആ ഫാമിലിനെ റീബിൽഡ് ചെയ്യാനുള്ള ഒരു ഇനീഷ്യേറ്റീവ് കിച്ചുവിന്റെ ഭാഗത്ത് നിന്ന് എടുക്കാൻ പറ്റുന്നതാണ്. പിന്നീട് താങ്കൾ എടുത്തു, അവള് പിന്നെ സമ്മതിക്കുകയാണെങ്കിൽ ശരി, സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ ഈ യൂട്യൂബ് ചാനൽ നിർത്തും. അവള് സമ്മതിക്കുകയാണെങ്കിൽ ദൈവം തമ്പുരാൻ വന്ന് പറഞ്ഞാൽ സമ്മതിക്കത്തില്ല. ഈ പറയാൻ ശരിയാണ്, ഊബറോടാം, അവൻ ഊബറോടാം, ഈ പറയുന്ന സ്വിഗ്ഗിയിൽ പോകാം. പക്ഷെ അതൊക്കെ വളരെ കുറച്ചിട്ടുള്ള ഒരു ഇതേ കിട്ടുള്ളൂ. അത് നമ്മുടെ ഫിലിം സ്റ്റാർ സോഷ്യൽ മീഡിയ താരത്തിന് അത് തികയത്തില്ല. ഒരു നേരത്തെ മേക്കപ്പിന് മേക്കപ്പിൽ എന്തോ പറയില്ലടേ, ഇനി പോട്ട് എന്തോ ഒക്കെ പറയും, അതിന് പോലെ അവൾക്ക് തികയത്തില്ല. അവളുടെ ശരീരത്തിൽ കിടക്കുന്ന പിന്നെ ഈ പറയുന്ന മേക്കപ്പ് സാധനങ്ങളൊക്കെ ലക്ഷങ്ങളുടെ വിലയെന്ന് പറയുന്നത്. ഈ
3-4 ലക്ഷം സബ്സ്ക്രിപ്ഷനിൽ മാത്രം കിട്ടുന്നവള് വീട്ടിൽ വന്നിരുന്ന അവൻ ഈ പറയുന്ന കിച്ച് 3 നേരം കൊണ്ടു കൊടുക്കുന്ന ആഹാരവും വാങ്ങി തിന്നുകൊണ്ടിരിക്കുന്നവളാണ് രനാസുനെ. താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഉപദേശം കൊള്ളാം, പക്ഷേ രേണു ചേച്ചി എന്തെങ്കിലും ഒരു ചെറിയ ജോലിക്ക് പോയിട്ട് ഋതപ്പനെ നോക്കുന്നു, കിച്ചുവിനെ നോക്കുന്നു, ഫാമിലിയിലെ കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യുന്നു. നിങ്ങൾ 3 പേരും കൂടിയിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഒരു മോണിറ്ററി ബെനിഫിറ്റ് കൈപ്പറ്റുന്നു. അങ്ങനെ ഫാമിലിനെ റീക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. മോൻ്റെ ആങ്കൊച്ചല്ലേ, ജീവിതത്തിൽ ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് നമുക്ക് വരും. അതിനെയൊക്കെ നമ്മൾ മറികടന്നുകൊണ്ട് നമ്മള് അതിജീവിക്കുമ്പോഴല്ലേ നമുക്ക് ഒരു സക്സസ് ഉണ്ടാവുന്നത്. ഒരു മൂത്ത ചേട്ടൻ എന്ന രീതിയിൽ ഋതപ്പനെ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് മോന് വളർത്താം, എത്ര നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷൻ കൊടുക്കാം. രേണു ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം രേണു ചേച്ചി കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ കഷ്ടപ്പെടുന്നത്. രേണു ചേച്ചി ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ രേണു ചേച്ചിയുടെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കുടുംബത്തിന് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത്. ഇങ്ങനെയാണ് കുടുംബത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നത്. പേരും പറഞ്ഞല്ലോ, ഹെയ്തി ഇങ്ങനെയാണ് കഷ്ടപ്പെടുന്നത്. തുണിയെ വെച്ചിട്ട് ശരീര പ്രദർശനം നടത്തിയാണോ കഷ്ടപ്പെടുന്നത്? കിച്ചു എന്നുള്ളതിന് പ്രായപൂർത്തിയായ പയ്യനാണ്, അവന് നാണക്കേട് ഉണ്ടാവും. അവന്റെ കൂട്ടുകാരന്റെ അമ്മ വരെ അങ്ങനെ പറയുമ്പോൾ ഏത് മകനാണ് നാണക്കേട് ഉണ്ടാവാത്തത്? എല്ലാ മക്കൾക്കും നാണക്കേട് ഉണ്ടാകും എന്നുള്ളതാണ്. മനസ്സിലായോ? ഭയങ്കരമായ തെറിവിളിയും അതുപോലെ തന്നെ ഒത്തിരി റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ശരി, സോഷ്യൽ മീഡിയയിലുള്ളവരാണെങ്കിലും ശരി, രേണു ചേച്ചിനെ എഗെയിൻസ്റ്റ് ആയിട്ട് നിന്നുകൊണ്ട് അവർ പണം പറ്റുന്നുണ്ട്, അവരരി മേടിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യമൊക്കെ ബുദ്ധിമുട്ടായിട്ട് റിച്ചുമോന് തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ നിർത്തിച്ചിട്ട് കുടുംബത്തിന് ഒരു അത്താണി എന്ന രീതിയിൽ നിന്നൂടെ? എഗെയിൻ 21 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന് നൽകേണ്ടത് മോട്ടിവേഷൻ ആണ്, അതിജീവിക്കാനുള്ള കരുത്താണ്, അല്ലാതെ സാമ്പത്തികമായിട്ടുള്ള പിരിച്ചിട്ടുള്ള സഹായമല്ല. അത് ആ കുട്ടീനെ വഷളാക്കൊള്ളുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മോന് കറേജ് കിട്ടിക്കൊണ്ട് ഉയർത്തെഴുന്നേൽക്കാനുള്ള, അതിജീവിക്കാനുള്ള ശക്തി ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇതിനകത്ത് നമുക്ക് തോന്നും വളരെ നല്ലൊരു ഉപദേശമാണ് കേട്ടോ. ഹെയ്തി പറഞ്ഞ നല്ലൊരു ഉപദേശമാണ്. പക്ഷെ അത് 1% പോലും നടക്കില്ല എന്നുള്ളത് ഹെയ്തിക്ക് തന്നെ അറിയാം. ഇവിടെ ഇവർ ഈ ഉപദേശം കൊടുത്ത് മറ്റൊന്നും നിങ്ങൾ വിചാരിക്കും വളരെ സൗമ്യമായിട്ടൊന്ന് പറഞ്ഞു തിരുത്താൻ വേണ്ടി. അങ്ങനെയൊന്നുമല്ല. ഇതിൽ അവനിട്ടുള്ള പണിയാണ്. നീ ഒരു തടിയും തണ്ടുള്ള ഒരുത്തനല്ലേ, നിനക്ക് ജോലി ചെയ്ത് ജീവിച്ചൂടെ എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അതിന്റെ കൂടെ ഈ പറയുന്ന ഷഫീന ബിബിക്ക് ഒരു കുത്തും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്തിനാണ് അവന്റെ പേരിൽ പൈസ പിരിക്കുന്നത് എന്നുള്ളത്. ഈ രണാസുനയ്ക്കയുടെ പേരിൽ കുറെ പൈസ പിരിച്ചായിരുന്നു, കുറെ പണം കിട്ടിയായിരുന്നു. ആ പണമൊക്കെ എന്ത് ചെയ്തു? അപ്പോൾ പ്രശ്നമില്ലായിരുന്നു അല്ലേ? അതെന്തോ ആയിക്കോട്ടെ. അപ്പൊ ഇവിടെ കുത്താണ്, ഇൻഡയറക്ട്ലി കുത്താണ്. മനസ്സിലായി? ഇപ്പം രണാസുനയും ഈ പറയുന്ന ദിയാസനയും ഇപ്പോ പിന്നെ ഈ പറയുന്ന നമ്മുടെ താത്തയായിട്ട് ഭയങ്കര അടിയാണ്. അവിടെ കിടന്ന് അവർ തമ്മിൽ അടിച്ച് തീക്കട്ടെ. അപ്പോ ഇത് യഥാർത്ഥം പറഞ്ഞ കുത്താണ്. നിങ്ങളുടെ ഉപദേശമൊക്കെ കൊള്ളാം. അത് കുറച്ച് മാനവും പിന്നെ ഉളുപ്പുള്ളവർക്കൊക്കെ ഇത് നടക്കത്തുള്ളൂ. നമ്മുടെ ഒരു കുടുംബത്തിൽ, നമ്മുടെ ഒരു വീട്ടിൽ, സാധാരണ ഒരു വീട്ടിലൊക്കെയാണ് ഇങ്ങനെയൊക്കെ വൃത്തികെടുന്ന 4 ആൾ പറഞ്ഞു ചിരിക്കുന്ന പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും കുടുംബക്കാരെല്ലാം കൂടി വന്നിരുന്നിട്ട് സംസാരിക്കും. ഇത് ചെയ്യരുത്, ഇത് വൃത്തികേടാണ്, ഇത് മോശമാണ്, നമുക്ക് നാണക്കേട് ഉണ്ടാക്കും, നിനക്ക് വളർന്നു വരുന്ന 2 കുട്ടികളുണ്ട്, 2 ആൺ പയ്യന്മാരുണ്ട്. അവൻ വലുതായി കഴിയുമ്പോൾ അമ്മയുടെ ഈ അഴിഞ്ഞാട്ടം കാണുമ്പോൾ അവർക്ക് ഉണ്ടാകുന്നതായിട്ടുള്ള മെന്റൽ ട്രോമ എന്തൊക്കെയാണെന്ന് പറഞ്ഞു മനസ്സിലാക്കി നിനക്ക് ഇന്നടുത്ത് ജോലി കിട്ടി, നമുക്ക് ഇത്രയും വലിയ ആർഭാടമൊന്നും വേണ്ട, നീ വേണമെങ്കിൽ റീൽ ചെയ്തോ, കുഴപ്പമില്ല. പക്ഷെ ഇതുപോലെ തുണി അവത്തിട്ട് ശരീര പ്രദർശനം നടത്തി ശരീരം വിറ്റുകൊണ്ട് എന്ത് ചെയ്യരുത്? ജീവിക്കണ്ട. എങ്ങനെയും ജീവിക്കാനുള്ളതല്ല, എങ്ങനെയും ജീവിക്കാം എന്ന് പറയരുത്. അത് ഒരു മാന്യമായിട്ടുള്ള പണി ചെയ്ത് ജീവിക്കുക എന്നുള്ളത്. പലരും പല രീതിയിൽ പിന്നീട് ജീവിക്കുന്നുണ്ട്. ചിലവര് പിന്നീട് കൊലപാതകം ചെയ്ത് കൊട്ടേഷൻ ചെയ്ത് ജീവിക്കുന്നുണ്ട്, അവരും ജീവിക്കുന്നുണ്ട്. ചിലർ വ്യഭിചരിച്ച് ജീവിക്കുന്നുണ്ട്, അവരും ജീവിക്കുന്നുണ്ട്. ചിലർ തുണി അമത്ത് കാണിച്ച് ജീവിക്കുന്നുണ്ട്. ചിലർ ലൈവുകളിൽ സബ്സ്ക്രിപ്ഷൻ ഇട്ടുകൊണ്ട് ഓരോ ഭാഗങ്ങൾ കാണിച്ചുകൊണ്ട് ജീവിക്കുന്നുണ്ട്. ഇത്ര രൂപ ഇട്ടത് ഞാൻ ഇപ്പൊ ഇത് കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയും ജീവിക്കുന്നുണ്ട്. മാനം വിറ്റും ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ രീതി എങ്ങനെയും ജീവിക്കാം എന്ന് ആ ഒരു സാധനം മാറ്റിയിട്ട് മാന്യമായി ജീവിക്കുക, മാന്യമായ തൊഴിലെടുത്ത് ജീവിക്കുക എന്നുള്ളതാണ്. ഇനി അതല്ല, ഇങ്ങനെ പറ്റത്തുള്ളൂ, അവരെ അങ്ങനെ ആയിക്കോട്ടെ, നമ്മൾ പറയണമെങ്കിൽ ഞാൻ സഹിച്ചു എന്ന് പറഞ്ഞ് ഇതുപോലുള്ള വിമർശനങ്ങൾ ഉറപ്പായിട്ടും വരും. അപ്പൊ ഹെയ്തിയുടെ എനിക്ക് പറയാനുള്ളത്, ഒരിക്കൽ കൂടി എനിക്ക് പറയാനുണ്ട്, ഉപദേശം കൊള്ളാം, പക്ഷെ നിന്റെ തന്തയല്ല അവളുടെ തന്ത. ഇത്ര എനിക്ക് പറയാനുള്ളത്. നമുക്ക് എടുക്കണം. ശരി.